2025 ആദ്യ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ സംവത്സരം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. സമാധാനവും സന്തോഷവും നന്മകളും സമൃദ്ധിയും എല്ലാം നിറഞ്ഞ അനുഗ്രഹകരമായ ഒരു വർഷം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളുടെ പല വിധത്തിലുള്ള അനുഭവ സമ്പത്തോടുകൂടെയാണ് നാം ഈ പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മുതിർന്നവർക്ക് നല്ല അനുഭവ സമ്പത്തുണ്ടാകാം. ദീർഘവർഷങ്ങളിലെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. യൗവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ അവരവരുടെ പ്രായത്തിനനുസരണമായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുമുണ്ട്. അങ്ങനെ അനുഭവ സമ്പത്തോടുകൂടെ നാം ഒരു പുതിയ സംവത്സരത്തിലേക്ക് പദമൂന്നിരിക്കുകയാണ്. വിവിധ നിലകളിലാണ് ആളുകൾ ഈ പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുന്നത്. ആടിയും പാടിയും അതേപോലെ എല്ലാവരും ഒരുമിച്ച് നൃത്തം ചവിട്ടിയും ഒക്കെ ഈ പുതിയ സംവത്സരത്തെ സ്വാഗതം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതികളിലാണ് അത് ചെയ്യാറുള്ളത്. വിശ്വാസ സമൂഹം സാധാരണയായി വാച്ച് നൈറ്റ് സർവീസുകൾ അറേഞ്ച് ചെയ്യുകയും ഉണർന്നിരുന്ന് ആ പുതിയ സംവത്സരത്തെ സന്തോഷത്തോടെ എതിരേൽക്കുകയും ചെയ്യുക പതിവാണ്. വാസ്തവത്തിൽ ഈ വാച്ച് നൈറ്റ് സർവീസുകൾ നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും സ്പർശിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. കാരണം കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന മിനിറ്റുകളിൽ നാം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന പല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ആ വർഷത്തോട് വിട പറയുകയും ഒരു പുതിയ സംവത്സരത്തെ അതിൻ്റെ ആരംഭ മിനിറ്റുകളിൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന, പ്രതീക്ഷയോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന, അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വർഷക്കാലം കാത്തുപരിപാലിച്ച വലിയവനായ ദൈവത്തിന് നന്ദി കരേറ്റുകയും പുതിയൊരു സംവത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി കരേറ്റി പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹകരമായ അനുഭവത്തിൻ്റെ ഒരു അവസരമാണല്ലോ ഈ വാച്ച് നൈറ്റ് സർവീസുകൾ. അങ്ങനെ ഏതാനും ചില മണിക്കൂറുകൾക്ക് മുൻപ് നാം പുതിയ സംവത്സരത്തെ എതിരേറ്റു. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ പ്രഭാതത്തിലേക്ക് നാം വന്നിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെപ്പീൻ. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്താണ് അർത്ഥമാക്കുന്നത്? അതൊന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതായ വ്യക്തി എന്നോട് പറഞ്ഞതായ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, വാഹനം ഓടിക്കുമ്പോൾ നാം വളരെ ദൂരേക്ക് നോക്കണം എന്നുള്ളതാണ്. ഈ ആദ്യമായി വാഹനം ഓടിക്കുന്നതായ ഒരു വ്യക്തി എപ്പോഴും ഈ കാറിൻ്റെ തൊട്ടു മുൻപിലുള്ളതായ ആ ഒരു ഭാഗമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ബമ്പുണ്ടോ, അതുപോലെ തന്നെ കുഴികളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ദൂരോട്ട് അധികം നാം നോക്കാറില്ല. പ്രത്യേകിച്ച് വളവുകൾ വരുന്നതായ സമയത്ത് നാം ദൂരോട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അന്ന് അങ്ങനെ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതായ സമയത്ത് പ്രത്യേകിച്ച് വളവുകളൊക്കെ വരുമ്പോൾ ദൂരേക്ക് നോക്കാറുണ്ട്. നമ്മുടെ കാഴ്ച എവിടെ വരെ ചെല്ലുമോ അവിടെ വരെ നോക്കി ആ വളവുകളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് എതിരെ വരുന്ന വാഹനങ്ങളെ ഒരു നിശ്ചിത അകലത്തിന് മുൻപ് തന്നെ കാണുവാനായിട്ട് സാധിക്കും. അത് അപകടങ്ങൾ ഒഴിവാക്കുവാൻ വളരെയധികം നമ്മെ സഹായിക്കുന്നു. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ഹൈറേഞ്ച് വനമേഖലയിലൂടെ കാർ ഓടിച്ചു പോയത് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് നല്ല മഞ്ഞുള്ളതായ ഒരു ദിവസമായിരുന്നു. എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നതായ ആ സ്ഥലവാസിയായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഹൈറേഞ്ച് വനമേഖലയിൽ, പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ളതായ പ്രദേശങ്ങളിൽ അവിടെ നാം സഞ്ചരിക്കുമ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ ഈ റോഡുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒറ്റയാൻ തന്നെ ഈ റോഡിൽ വരാറുണ്ട്. അതുകൊണ്ട് അവിടെ നാം വാഹനം ഓടിക്കുമ്പോൾ മഞ്ഞുള്ളതായ സമയമാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ ദൂരേക്ക് നാം നോക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷേ നാം സഞ്ചരിക്കുന്നതായ പാതയിൽ ആനക്കൂട്ടങ്ങൾ നിൽപ്പുണ്ടാകാം. ചിലപ്പോൾ ഒറ്റയാൻ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ടാകാം. അതുകൊണ്ട് വളവുകൾ തിരിഞ്ഞു ചെല്ലുമ്പോൾ ദൂരേക്ക് നാം നോക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഹൈറേഞ്ചിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയത്തക്കതാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നാം കയറിപ്പോകുന്നതായ പാതയുടെ ഉയർന്ന ഭാഗം
ചില ഇടങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പല മലകൾ കടന്ന് അത്രയും ഉയരത്തിലേക്ക് നാം ചെല്ലേണ്ടതാണല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അങ്ങനെ വളരെ ദൂരേക്ക് നോക്കുമ്പോൾ നാം കയറിപ്പോകുന്ന പാതയുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാക്യത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടിവെപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ളതായ കാര്യങ്ങളെപ്പറ്റി നന്നായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കേവലം അടുത്തുള്ളതായ കാര്യങ്ങളല്ല, വളരെ ദൂരേക്കുള്ള കാര്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കണം. ഈ പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ വരുന്ന 365 ദിവസങ്ങളെ സംബന്ധിച്ചുള്ളതായ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ നാം പറയും, അത് അസാധ്യമാണ്. അതെങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കുക? വരാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ലല്ലോ എന്നൊരുപക്ഷെ നാം വിചാരിക്കും. അതിനും മറുപടിയായി പ്രവാചകൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചു കൊള്ളുവിൻ. അതായത് കഴിഞ്ഞ വർഷത്തെ അനേക അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മുൻപോട്ട് നോക്കി പുതിയ സംവത്സരത്തെ നാം കാണേണ്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിലെ നല്ല അനുഭവ സമ്പത്താണ് പുതിയ വർഷത്തിൽ ദൂരേക്ക് ദൃഷ്ടി വയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നത് എന്നർത്ഥം. നമുക്കറിയാം, ഓട്ടക്കളത്തിൽ ഓടുന്നതായ ഒരു വ്യക്തി ഓട്ടം ആരംഭിക്കുന്ന സമയത്ത് ഓട്ടത്തിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ഒരു കാല് മുൻപോട്ടും മറ്റേ കാൽ പിന്നിലേക്കും വയ്ക്കാറുണ്ട്. പിന്നിലേക്ക് വയ്ക്കുന്ന കാൽ ഒരു ബ്ലോക്കിൽ ഉറപ്പിച്ചാണ് വയ്ക്കാറുള്ളത്. അതിനെ റിയർ ബ്ലോക്ക് എന്നോ ബാക്ക് ബ്ലോക്ക് എന്നോ വിശേഷിപ്പിക്കാറുണ്ട്. ഓട്ടത്തിനുള്ളതായ വിസിൽ മുഴങ്ങുന്ന സമയത്ത് പിന്നിൽ വെച്ചിരിക്കുന്ന കാലുകൊണ്ട് ബാക്ക് ബ്ലോക്കിലേക്ക് ശക്തിയായി ചവിട്ടിയിട്ട് ആ ശക്തി കൊണ്ടാണ് മുൻപിലേക്ക് കുതിച്ചു പോകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ പുതിയ സംവത്സരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു കാല് ഈ പുതിയ സംവത്സരത്തിലും ഒരു കാൽ കഴിഞ്ഞുപോയ 2024 നാം ഊന്നിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം എല്ലാവരും ഒരുപോലെ ഓട്ടം ആരംഭിക്കുകയാണ്. നമ്മുടെ വലതുകാൽ 2025 നാം വെച്ചിരിക്കുന്നു. ഇടതുകാൽ 2024, അതായത് പോയ വർഷത്തെ അനേക ആത്മീയ അനുഭവങ്ങളാകുന്ന റിയർ ബ്ലോക്കിൽ ഉറപ്പിച്ച് ഓട്ടം ആരംഭിക്കുവാനായി നാം ശ്രമിക്കുകയാണ്. ഈ റിയർ ബ്ലോക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്കുള്ളത്? ഒരുപക്ഷെ കുടുംബത്തിലെ പ്രാർത്ഥന അങ്ങനെയുള്ളതായ ഒരു റിയർ ബ്ലോക്ക് ആകാം. ഒരുമിച്ചുള്ളതായ കൂട്ടായ്മകൾ, ദൈവവചന ധ്യാനം, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധം, ആത്മീയ ശുശ്രൂഷകളിൽ, കൂട്ടായ്മകളിൽ, ആരാധനാ യോഗങ്ങളിൽ സംബന്ധിക്കുന്നതിനുള്ളതായ താല്പര്യം, ഇതെല്ലാം ആ റിയർ ബ്ലോക്കാണ്. അങ്ങനെയുള്ളതായ റിയർ ബ്ലോക്കുകളിൽ കാലുറപ്പിച്ചിട്ട് അതിൽ ബലം കൊടുത്തിട്ടാണ് ഈ ഓട്ടം മുൻപോട്ട് കുതിച്ച് പായുവാനായിട്ട് തുടങ്ങേണ്ടുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം അങ്ങനെയുള്ളതായ ആത്മീയ അനുഭവങ്ങൾ സമ്പുഷ്ടമാക്കിയിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഈ നിലയിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഇല്ലാത്തവരെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൻ്റെ അവസാന സമയത്ത് ദൈവവചനം നൽകുന്നതായ ചില സൂചനകളാണ്. ഭൂമിയിലെ വെള്ളം കുറഞ്ഞിരിക്കുന്നുവോ എന്നറിയാനായി നോഹ ഒരു പ്രാവിനെ പുറത്തേക്ക് വിട്ടു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ പ്രാവ് അവിടെവിടങ്ങളിലായി പറന്നുപോയി നോക്കി, എന്നാൽ ഭൂമിയിലൊക്കെയും വെള്ളം കിടക്കുന്നത് കൊണ്ട് കാൽ വയ്പ്പാൻ സ്ഥലം കാണായികയാൽ അത് മടങ്ങി വന്നു, പെട്ടകത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അനേകർക്കും ഇതുപോലെയല്ലേ പ്രിയമുള്ളവരെ? കഴിഞ്ഞ 2024 പ്രാർത്ഥനയുടേതായ, അനുഗ്രഹത്തിൻ്റേതായ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റേതായ റിയർ ബ്ലോക്കുകളില്ല, കാൽ വയ്പ്പാൻ സ്ഥലമില്ല. അങ്ങനെയുള്ള പലരും ഉണ്ടാകും എന്നും ഞാൻ വിചാരിക്കുകയാണ്. ഈ 2025 2024 നിന്ന് കിട്ടിയതായ അനേക അനുഭവങ്ങളിൽ പദമൂന്നിക്കൊണ്ട് മുൻപോട്ട് ദൃഷ്ടി വെച്ചുകൊണ്ട് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ഓടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പാത കാണിച്ചു തരുന്നവൻ വലിയവനായ ദൈവമാണ്. ഒരുപക്ഷെ നമ്മുടെ മുൻപാകെ ദുർഘടമായ പാതകൾ വന്നെന്നിരിക്കാം. ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ പാത കാണാതെ ജനമെല്ലാം അലമുറയിട്ടതുപോലെ ഒരുപക്ഷെ മുൻപോട്ടുള്ളതായ
പാത കാണാതെ നാം വിഷമിച്ചെന്നിരിക്കാം. എന്നാൽ വലിയവനായ ദൈവം മോശയോട് പറഞ്ഞതുപോലെ മുൻപോട്ട് പോവുക. ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് ഉണങ്ങിയ പാത ഒരുക്കി അക്കരെ കടത്തുവാൻ കഴിവുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് 2025 ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു പുതിയ സംവത്സരം ആശംസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ 2025 ആരംഭ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ സംവത്സരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ സംവത്സരത്തിലെ അനേക അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ അനുഭവങ്ങളിൽ ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചിട്ട് ഈ 2025 മുൻപോട്ട് ദൃഷ്ടിവെച്ച് ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പതറിപ്പോകാതെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, പാതയില്ലാത്ത ഇടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹകരമായ പാത ഒരുക്കിത്തന്ന് ഞങ്ങളെ അക്കരെ കടത്തുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദുർഘടമായ പാതകളെ നിരപ്പാക്കി തരുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ധൈര്യത്തോടെ ഈ വർഷം ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൊണ്ടും പതറിപ്പോകുവാനോ ഒന്നിൻ്റെയും മുൻപാകെ തകർന്നു പോകുവാനോ ഞങ്ങളെ ഇടവരുത്തരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് ഞങ്ങളുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തോടും ഉറപ്പോടും കൂടെ ഈ 2025 മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.